പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ജോയലിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് നേതാവ് ജോയലിന്റെ അച്ഛൻ ജോയ്ക്കുട്ടി. പോലീസ് റിപ്പോർട്ട് കണ്ടു മാത്രമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇടതുഭരണം നടക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും ജോയ്ക്കുട്ടി പറഞ്ഞു. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് പച്ചക്കള്ളം മുഖ്യമന്ത്രി പറയുന്നത് എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് അനുകൂലമായിട്ട് അവർ റിപ്പോർട്ട് പോലീസുകാർ മുഖ്യമന്ത്രിക്ക് കൊടുത്തു കാണുമായിരിക്കും. അത് വെച്ചും മുഖ്യമന്ത്രി വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മകനെ മർദ്ദിച്ച് അവൻ പാർട്ടിക്കാരനാണ്. അവന് സഭയിൽ നിന്ന് വളർന്നു വന്ന ഡിവൈഎഫിന്റെ അടൂര് മേഖലാ സെക്രട്ടറി ആയിട്ട് വളർന്നു വന്നൊരു പയ്യനാണ്. അപ്പം പാർട്ടിയിൽ വേണ്ടി അവൻ ജീവിച്ച ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയാണ് അത് അന്വേഷണം നടത്തേണ്ടത്. സ്വന്തം പാർട്ടിക്കാരനാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ പറയുന്നത്, ജോയലിന്റെ പിതാവായ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ വിഷല് അവർ പുറത്തുവിടണം. മുഖ്യമന്ത്രി അതിന് ഉത്തരവിടണം. ഈ കുറ്റക്കാര് ആയ പോലീസുകാരെ നിയമത്തിന് കൊണ്ടുവരാൻ ഈ മുഖ്യമന്ത്രി നടത്തണം. അതാണ് വേണ്ടത്. സ്വന്തം പാർട്ടിക്കാരൻ 16 വയസ്സ് മുതൽ ഈ 29 വയസ്സ് വരെ അവൻ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അല്ല, ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല അവൻ ജീവിച്ചത്, പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നന്ദുഷയുടെ വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, അടൂരിലെ പ്രമുഖ ഡിവൈഎഫ്ഐ നേതാവാണ് മരണപ്പെട്ട ജോയൽ. ഇപ്പോൾ ഈ ജോയലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ജോയലിന്റെ പിതാവ് ജോയ്ക്കുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിടണം, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെല്ലാം തന്നെയും തെറ്റാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ജോയ്ക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? അജി, ജോയലിന്റെ കുടുംബം ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ജോയലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. പോലീസിനെതിരെ നിരന്തരം സംസ്ഥാന വ്യാപകമായ ആരോപണങ്ങൾ പുറത്തു വന്നതിന്റെ ഒപ്പം തന്നെ ആയിരുന്നു ജോയലിന്റെ കുടുംബത്തിന്റെ പ്രതികരണവും പുറത്തു വന്നത്. ജോയലിന്റെ മരണം ഹൃദയാഘാതം മൂലമായിരിക്കാം, പക്ഷേ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആവാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ജോയലിന്റെ ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ അത് ഗുരുതരമാകുന്നത് പോലീസ് മർദ്ദനത്തിന് ശേഷമാണെന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോയലിന്റെ മരണത്തിന് കാരണമായത് ആ പോലീസ് മർദ്ദനമായിരുന്നു എന്നും കുടുംബം ഉറച്ച് പറയുന്നുണ്ട്. അതിന് ആ രീതിയിൽ തന്നെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും നിലവിൽ കോടതിയിലുമടക്കം പരാതികൾ കുടുംബം നൽകിയിട്ടുള്ളത്. ഈ വിഷയം നിരവധി തവണ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ജോയലിന്റെ കുടുംബം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവ് കൂടിയായിരുന്നു ജോയൽ. എന്നാൽ ഈ രീതിയിലൊന്നും CPM നേതൃത്വം ജോയലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരായ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യമൊന്നും തന്നെ ഉണ്ടായില്ല. ആ സമയത്തൊക്കെ ജോയലിന്റെ മരണം നടന്ന ആ സമയത്ത് പ്രാദേശികമായ ചില പ്രക്ഷോഭങ്ങളൊക്കെ CPM സംഘടിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഒരു വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ സ്വന്തം സർക്കാരാണ് ഭരിക്കുന്നത്, ആ സർക്കാർ തരത്തിലുള്ള ഇടപെടലൊന്നും പോലീസിനെതിരെ അല്ലെങ്കിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉറപ്പാക്കാനായി അന്ന് LDF സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഈ വിഷയം ചർച്ചയായിരുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ജോയലിന്റെ അച്ഛൻ ജോയ്ക്കുട്ടിയെ ഏറെ വേദനിപ്പിച്ച ഒരു മറുപടിയായി മാറിയിരിക്കുന്നത്. ജോയലിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്നും പോലീസ് മർദ്ദനത്തിലൂടെ അല്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ ഉറച്ചു പറയുന്നു. പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പരസ്യമായി തന്നെ നിയമസഭയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതും ഒരു ഇടതുപക്ഷ യുവജന നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഏതായാലും 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രധാനമായും കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ അന്നത്തെ SHO ആയിരുന്ന ബിജുവിനെതിരെയാണ് കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. അജി.